ഓഹരിപ്പണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ച നിരവധി ഇവൻറ്റ്സ് ഇല്ലെങ്കിൽ നിരവധി ന്യൂസുകൾ നമ്മളുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസുകളേക്കാൾ ഉപരി നമ്മളുടെ നിഫ്റ്റി 22,000 മുകളിൽ ഹോൾഡ് ചെയ്തു ലാസ്റ്റ് 2 വീക്സ് എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് വീക്ക്ലി അനാലിസിസ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, US മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള കറക്ഷൻ, അതായത് ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ പരിശോധിക്കുമ്പം നിഫ്റ്റി ഏകദേശം ഹൈയിൽ നിന്ന് ഈ 2 വീക്സ് മുമ്പ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13% കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ US മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ്. US മാർക്കറ്റ് എന്താണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ US മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെയും അതേപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെയും അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെയിം ടൈം ഈ പറഞ്ഞ പോലെ തന്നെ US മാർക്കറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കറക്ഷൻ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നാസ്ഡാക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വാണിംഗ് തന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഏകദേശം എത്രയാണ് 12% നാസ്ഡാക്ക് 100 കറക്റ്റ് ചെയ്തു. ലാസ്റ്റ് 2 വീക്സ് മാത്രം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9% അടുത്ത് നാസ്ഡാക്ക് 100 ഇടിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡൗ ജോൺസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും നിയർ 8% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ രണ്ടാഴ്ച ഇത്രയും വലിയ സെല്ലിങ് വന്നിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ US നടക്കുന്ന അല്ലെങ്കിൽ US റിസഷൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചൊരു ഡിസ്കഷൻ വരികയും ട്രംപ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടൊക്കെയുള്ളൊരു സ്പീച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നു. അതിനെ തുടർന്ന് US മാർക്കറ്റിൽ 1.5% 2% ഒക്കെ നെഗറ്റീവിലോട്ട് നെക്സ്റ്റ് ഡേ പോയൊരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു 50-100 പോയിന്റ് നെഗറ്റീവിൽ മാത്രമാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് റിക്കവർ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇനി ട്രംപിൻ്റെ അല്ലെങ്കിൽ US മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മളുടെ എന്താണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിലെ മിസ്മാച്ച് ഏകദേശം 1,600 കോടി രൂപയുടെ നഷ്ടമാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിന് വന്നത്. ആ ഒരു ന്യൂസും നമ്മളുടെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു, ഇല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഷെയറിനെ ബാധിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി വേറെ കാര്യമായിട്ടുള്ള അതിനെ തുടർന്നുള്ള ഒരു ഫിയറോ ഇല്ലെങ്കിൽ ഒന്നും തന്നെ വന്നില്ല. സ്കാമോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രേഡിങ്ങിൽ പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും നമ്മളുടെ മാർക്കറ്റിനെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഇന്ത്യൻ CPI ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. CPI ഡാറ്റ എന്താണ്, ഏകദേശം ജൂലൈക്ക് ശേഷം, ജൂലൈ 2024 ശേഷം വന്നിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു CPI ഡാറ്റയാണ്. അതായത് ഏകദേശം 8 മാസത്തിന് ശേഷം വന്നിട്ടുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള CPI ഡാറ്റയാണ്. അതും നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിലൊരു പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പം നെഗറ്റീവിനോട് വലിയ രീതിയിൽ നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്യുന്നില്ല, പോസിറ്റീവ് ന്യൂസിനോട് വലിയ പോസിറ്റീവായിട്ടും റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിന്നെ നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത് നമ്മളിതിന് മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന സോണായിട്ടുള്ള 21,700 ഇല്ലെങ്കിൽ 21,800 കൂട്ടുന്നു. അപ്പർ സൈഡ് ഈ ഒരു 22,500 നോക്കുന്നു. അപ്പം ഈ ഒരു സോണിൽ ഒത്തിരി കാലം നിഫ്റ്റി സ്പെൻഡ് ചെയ്തതാണ്. ഏകദേശം 2-3 മാസത്തിന് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് മുകളിലോട്ട് പോയത്. അപ്പം തിരിച്ച് സ്വാഭാവികമായിട്ടും ആ ഒരു ലെവലിലോട്ട് വരുമ്പം എന്താണ്, അവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് നിലവിലിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓവറോൾ നോക്കുമ്പം നിഫ്റ്റിൻ്റെ എന്താ പറയുക, ബെയർ അണ്ടർ കൺട്രോൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ലാസ്റ്റ് 2 വീക്സ് ആയിട്ട്. ഇനി നമ്മൾ വേറെ ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർഗൻ സ്റ്റാൻലിയുടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. മോർഗൻ സ്റ്റാൻലി ഏകദേശം 2025 ഡിസംബറോടുകൂടി സെൻസെക്സിൻ്റെ ടാർഗറ്റ് 1,05,000 സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഏകദേശം 41%. ഇപ്പം നമ്മളിവിടെ സെൻസെക്സിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് ഇപ്പോൾ ഉള്ളത് ഏകദേശം 73,000-ലാണ്. 73,000-ൽ നിന്ന് 1,05,000, ഓക്കെ, റഫ് ഇവിടെ കൂട്ടുവാണെങ്കിൽ 1,05,000 എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ 42%, 41-42% അപ്സൈഡ് പോസിബിലിറ്റീസ് ആണ് നമ്മളുടെ സെൻസെക്സിൽ മോർഗൻ സ്റ്റാൻലി ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്.
മേ ബി അത്രത്തോളം ഒന്നും പോയില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ മാർക്കറ്റ് ഇപ്പം നിലവിൽ ഡിസ്കൗണ്ടഡ് ആണ്. ഇനി ഇവിടെ നിന്നൊരു അപ്സൈഡ് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി എന്താണ് 2028 കൂടി ഇന്ത്യ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും മോർഗൻ സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ മാർക്കറ്റ് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള വാല്യുവേഷനിലോട്ട് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ വീഴാൻ വേണ്ടി നിന്ന നിഫ്റ്റിയൊക്കെ ഇപ്പം ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഒരിക്കലും ഇനി താഴോട്ട് പോകില്ല എന്നുള്ളതല്ല, നിങ്ങളത് മനസ്സിലാക്കുക. ഇനി ടെക്നിക്കലി പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു 22,700 എന്ന് പറയുന്ന ഈ ഒരു സോൺ, ഇവിടെ വേണമെങ്കിൽ ഇത് ഗ്യാപ്പാണെന്ന് പറയാം. ഞാൻ ഗ്യാപ്പ് അനാലിസിസ് അധികം ചെയ്യാറില്ല, എന്നാലും മാർക്കറ്റ് വീഴുന്നതിന് മുൻപേ ഒരു സപ്പോർട്ട് എടുത്ത സോണാണ് ഈ ഒരു 22,750. മുകളിലോട്ട് ഇപ്പോൾ തിരിച്ച് കയറാൻ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസ് എടുക്കുന്ന ഒരു സോണാണ് ഈ ഒരു 700. സോ ഈ ഒരു 700 to 750 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ആ ഒരു ലെവലിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ സ്ട്രക്ചറിൽ ചെറിയൊരു ചേഞ്ചസ് വരും. അപ്പോൾ എന്താണ്, ചെറിയൊരു സെല്ലിംഗ് പ്രഷർ കുറേ കൂടെ കുറഞ്ഞു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 22,300 എന്ന് പറയുന്നത് വളരെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഈ ഒരു 22,300 250 താഴോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത് ചിലപ്പം നമ്മളുടെ മാർക്കറ്റിനെ വീണ്ടും ഫർദർ സെൽ ഓഫ് ഈ ഒരു 21,800 900 ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 22,700 മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് സെല്ലിംഗ് ഒക്കെ നിന്ന് ചെറിയ രീതിയിലുള്ളൊരു ബൈങ്ങിനുള്ള ഒരു പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട്. ഞാനീ പറയുന്നത് അൾട്രാ ഷോർട്ട് ടൈം മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് മേ ബി ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരിച്ച് കയറിയാലും എന്താണ് ഒരു 23,500 ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഗ്രാജുവലി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും താഴോട്ട് വരാം. അല്ലാതെ ഇനി മാർക്കറ്റ് വേറെ, അതായത് മാർക്കറ്റ് ഇവിടെ ബോട്ടം ഔട്ട് ആവുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് നേരെ ഇങ്ങോട്ട് പോകുവാണ് എന്നൊരർത്ഥം അതിനില്ല. പകരം ഞാൻ ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായിട്ടാണെങ്കിലും മുകളിൽ പോകാം, അതിനുശേഷം പിന്നെ ഫർദർ ഈ സെല്ലിങ് വരുമോ അതോ കണ്ടിന്യൂവേഷൻ വരുമോ എന്നുള്ളത് ബാക്കി നമ്മളുടെ പലതരത്തിൽ വരുന്ന ഡാറ്റകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ വരാനിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറിലെ കോർപ്പറേറ്റ് ഏർണിങ്സിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു പരിധി വരെ സെല്ലിങ് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ബാക്കി നമുക്ക് കണ്ടറിയാം, മാർക്കറ്റാണ്, നമുക്ക് ഒന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇനി മാർക്കറ്റിൽ സപ്പോർട്ട് സോണിലാണോ ഉള്ളത്. പിന്നെ നമ്മൾ മൂവിങ് ആവറേജ് പ്ലേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്. വീക്കിലിയിൽ നമ്മൾ 100 മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്താൽ 100 മൂവിങ് ആവറേജിൽ ഇപ്പോൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഇവിടെ മാർക്കറ്റ് 2022 കറക്റ്റ് ചെയ്ത സമയത്തും ഈ ഒരു 100 മൂവിങ് ആവറേജിലാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നിലവിലും അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഫർദർ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇപ്പോൾ മൾട്ടിപ്പിൾ ഹോറിസോണ്ടൽ സപ്പോർട്ടാണ്, മൂവിങ് ആവറേജ് പ്രകാരം സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുമോ അതോ വരുന്ന ദിവസങ്ങളിൽ ഇവിടുന്ന് സെല്ല് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാൻ ട്രംപിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2018 ഇല്ലെങ്കിൽ 2018, 17, 19 കാലഘട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രംപിൻ്റെ ട്വീറ്റിനെ തുറന്ന് മാത്രം മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെക്നിക്കലി മാർക്കറ്റ് ഇവിടുന്ന് റിക്കവർ ആയാലും നാളെ ട്രംപ് വന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്യാപ്പ് ഡൗൺ ആകാമെന്നൊരു കാര്യമുള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനല്ല. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ഓരോ ഡിപ്പിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് ഒരു ഡിപ്പിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡിപ്പിൽ മേടിക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ F&O കോൺട്രാക്ട് വിൽ ബി മൂവ്ഡ് ഫ്രം തേഴ്സ്ഡേ ടു മൺഡേ ആണ്. April 5 കൂടി എന്താണ് അത് നിലവിൽ വരും. പിന്നെ മുതൽ നമ്മളുടെ എക്സ്പയറി ഡേയ്സ് തേഴ്സ്ഡേയിൽ നിന്ന് മൺഡേയിലോട്ട് മാറും. അത് ഓപ്ഷൻ സെല്ലേഴ്സിന് സത്യത്തിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വ്യാഴാഴ്ച മാർക്കറ്റ് നമ്മളുടെ മാർക്കറ്റ് വ്യാഴാഴ്ച എക്സ്പയറി ആയിരിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുധനാഴ്ച നമുക്ക് നല്ല DK കിട്ടും നോർമൽ ഒരു ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. തിങ്കളാഴ്ച ഒരു പൊസിഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കെന്താണ് മാർക്കറ്റിൽ
3-4 ദിവസം ഉള്ളതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പം തിങ്കളാഴ്ചയാണ് എക്സ്പയറി ഡേയുടെ നേരെ പുറകിലെ 2 ദിവസം എന്താണ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ ലീവ് ആയതുകൊണ്ട് തന്നെ ഫ്രൈഡേ മേ ബി അത്രത്തോളം DK വരണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ലീവാണ്. അപ്പം ഫ്രൈഡേ ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല DK, ബുധനാഴ്ച ഇപ്പം നല്ല DK എൻജോയ് ചെയ്യുന്നവർക്ക് ഫ്രൈഡേ നല്ല DK കിട്ടണമെന്നില്ല. എന്നാൽ മൺഡേ നമ്മൾ എക്സ്പയറി ഡേറ്റ് അന്ന് രാവിലെ തന്നെ പ്രത്യേകിച്ച് ഇവൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രീമിയം കുറഞ്ഞിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇനി ചിലപ്പോൾ എക്സ്പയറി ഡേ സെല്ല് ചെയ്ത് ആ ഒരു പ്രീമിയം DKയിലും ചിലപ്പോൾ നല്ല രീതിയിലൊക്കെയുള്ള ഒരു മാറ്റം മൊത്തത്തിൽ ആ ഒരു ഓപ്ഷൻ്റെ ക്യാരക്ടറിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ബാധിക്കുക ഓപ്ഷൻ സെല്ലേഴ്സിനെ തന്നെയായിരിക്കും. ബയേഴ്സിന് വലിയൊരു ഡിഫറൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ മാർച്ച് 6-ന് അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം 3 days ബാക്ക് വന്നിട്ടുള്ളൊരു ന്യൂസാണ് നിഫ്റ്റി കെമിക്കൽ സെക്ടർ പുതിയതായിട്ട് സെക്ടർ വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇൻഡെക്സ് വരുന്നു എന്നുള്ളത്. സെക്ടറല്ല, അതിന് വേണ്ടിയിട്ടൊരു ഇൻഡെക്സ് വരുന്നു എന്നുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റി 500-ലെ കെമിക്കൽ സെക്ടറുകളിലെ സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സാണ് നിഫ്റ്റി കെമിക്കൽസ്. നിഫ്റ്റി 500-ലെ കെമിക്കൽ സ്റ്റോക്കുകളെയാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. എക്സ്പയറി ഡേയിൽ ഒരു ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മോർഗൻ സ്റ്റാൻലിയുടെ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്താണ് നമ്മളുടെ ഇന്ത്യൻ എക്കണോമി ലോകത്തിലെ തന്നെ 3ാമത്തേതായി മാറും 2028 എന്നുള്ളത്. പിന്നെ ഏകദേശം 41% അപ്സൈഡ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് CPI ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു, അത് പോസിറ്റീവായിരുന്നു. അപ്പം വളരെ മിക്സ്ഡ് ആയിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ന്യൂസസ് ഒക്കെ കുറേ കടന്നു പോയിട്ടുള്ള ഒരു 2 weeks ആയിരുന്നു ലാസ്റ്റ് വീക്ക് നിഫ്റ്റിയിൽ. എന്നാൽ കാര്യമായിട്ടുള്ള ഇതൊന്നും തന്നെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് ഈ ഒരു കറക്ഷനിൽ വലിയ രീതിയിൽ വീഴാതെ പിടിച്ചു നിന്ന ഒരു ഇൻഡെക്സ് ആയിരുന്നു. നമ്മളത് പലപ്പോഴും ഡിസ്കസ് ചെയ്തു. നമ്മളുടെ സ്മോൾ ക്യാപ്പ് ഏകദേശം 25% ഇടിഞ്ഞു, മിഡ് ക്യാപ്പ് ഏകദേശം അത് 10-20% മുകളിൽ ഇടിഞ്ഞു, നിഫ്റ്റി 15% മുകളിൽ ഇടിഞ്ഞൊരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്തും നമ്മളുടെ നിഫ്റ്റി ബാങ്ക് ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു സപ്പോർട്ട് സോൺ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഈ ഒരു ഏരിയ വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം 10-11% മാത്രമാണ് കറക്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നിഫ്റ്റി ബാങ്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെക്ടറാണെന്നാണ്. നമ്മൾ പല മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ഹോൾഡിങ്സ് എടുത്ത് നോക്കിയാൽ 25-30% അവർ ഹോൾഡ് ചെയ്യുന്നത് ഫിനാൻഷ്യലിലും ബാങ്കിങ് സെക്ടറുകളിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷം കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ 2020 ശേഷം ഇല്ലെങ്കിൽ 18-ലെ ഹൈയിൽ നിന്ന് നോക്കിയാൽ എത്രയാണ്, ജസ്റ്റ് 43% അപ്സൈഡ് മാത്രമാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇപ്പം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഇൻഡെക്സ് വളരെ നല്ല വാല്യുവേഷനിലാണുള്ളത്. ഇനിയൊരു റാലി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ റാലി ചെയ്യാനുള്ള സാധ്യത എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ. എൻ്റെ എക്സ്പെക്റ്റേഷനും അങ്ങനെയായിരുന്നു. പക്ഷേ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഈ ഒരു ന്യൂസ് വന്നതോടുകൂടി ഇനി വരുന്ന ഏതെങ്കിലും ബാങ്കുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വരികയാണ്, ഇല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മേ ബി അത് നിഫ്റ്റി ബാങ്കിൽ ഒരു സെല്ലിങ്ങിലോട്ട് പോയാൽ നിഫ്റ്റി ബാങ്കിൻ്റെ ടെക്നിക്കലി നോക്കുമ്പോൾ മേജറായിട്ടുള്ള സപ്പോർട്ട്സാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ടെക്നിക്കലി നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നിലവിൽ സപ്പോർട്ടിലാണുള്ളത്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുവാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ കാരണം ഇവിടെ നിന്ന് താഴോട്ട് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. ആ ഒരു കാര്യം കൂടെ ഓർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഗോൾഡ് സേവ് ചെയ്യുന്നവർക്കും മീൻസ് ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ സിൽവർ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിൽവർ നല്ലൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിലാണ് ഉള്ളത്. നമ്മൾ ഇതിനു മുൻപ് സിൽവർ ETF നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിലായിരുന്നു നമ്മൾ സജസ്റ്റ് ചെയ്ത് 77 ലെവലിലൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടെക്നിക്കലി വീക്കിലി ഇത് വളരെ നല്ലൊരു ബ്രേക്ക്ഔട്ടായിരുന്നു. അതിനുശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലി, ഏകദേശം 25% നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള റാലി നമ്മൾ കണ്ടു. അതിനുശേഷം എഗെയിൻ മാർച്ച് ഇല്ലെങ്കിൽ മെയ് തൊട്ട് ഏകദേശം കഴിഞ്ഞ ഒരു വർഷമായിട്ട് സൈഡ് വേസിലാണ് ഉള്ളത് സിൽവർ. ഓക്കെ, അപ്പം നമുക്കിവിടെ സിൽവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സിൽവർ ETF നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ടാണ് ഇവിടെ തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ETF. ഓക്കെ, സോ മേ ബി ETF നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഫിനാൻഷ്യൽ അഡ്വൈസോ ഇല്ലെങ്കിൽ സജഷൻസോ ഒന്നുമല്ല. എന്നെ ജയിലിൽ കയറ്റരുത്. ഇത് എൻ്റെ സജഷൻസ് മാത്രമാണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളല്ലാത്തത് കൊണ്ടും ETF ആയതുകൊണ്ടും
ഇൻഡെക്സ് ആയതുകൊണ്ടൊക്കെ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇൻഡെക്സ് അല്ല, കൊമോഡിറ്റി ആയതുകൊണ്ട്. അപ്പം സിൽവർ ETF ഒരു ബ്രേക്ക്ഔട്ടിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളോടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം മാത്രം ബൈ ഓർ സെല്ലൊക്കെ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരാഴ്ച നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിഫ്റ്റീൻ്റെ സപ്പോർട്ട് സോൺ 21,800 to 900 തന്നെയാണ്. അപ്പർ സൈഡ് 21,700 750 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ കൂടിയാണ്. ഇനി 22,200 23 നമ്മൾ നിഫ്റ്റിൻ്റെ ചാർട്ടിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് 22,200 to 300 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ വീക്ക്നെസ് കൺഫേം ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ ഇത്രയും 3 ദിവസം സെല്ലിങ് വന്നതുകൊണ്ടൊന്നും വീക്ക്നെസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനാണിത്. അതുകൊണ്ട് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു സെല്ലിങ് കൺഫേം ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല. ഈ ഒരു 21,700 അല്ലെങ്കിൽ 750 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ലെവലായിട്ട് തന്നെ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അപ്സൈഡ് ട്രേഡ്സ് അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ അറ്റംപ്റ്റ് ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 22,750 മുകളിൽ മാത്രം ട്രൈ ചെയ്യാവുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.